അന്താരാഷ്ട്ര യാത്രകളിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കുന്നത് ജെറ്റ് ലാഗാണ്. നിങ്ങളുടെ ബയോളജിക്കൽ ക്ലോക്കിലെ ഈ ആശയക്കുഴപ്പം പരിഹരിക്കാവുന്നതാണ്. നട്ടെല്ല് നാഡീവാഹകമായതിനാൽ അതിനെ സമ്മർദ്ദരഹിതമായി സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. യാത്രകൾ നട്ടെല്ലിന് പരമാവധി ആയാസം നൽകുന്ന സമയമാണ്. നട്ടെല്ലിന്റെ ഈ രണ്ട് വശങ്ങളെക്കുറിച്ച് പ്രത്യേക ശ്രദ്ധ നൽകുന്നത് സമ്മർദ്ദം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. നിങ്ങളുടെ ശരീരം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സമ്മിശ്ര രൂപമായതിനാൽ യാത്രയ്ക്ക് മുമ്പും യാത്രയിലുടനീളവും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് ബോധവാന്മാരാകുന്നത് യാത്രാവേളയിലും ശേഷവും അനുഭവപ്പെടുന്ന സമ്മർദ്ദത്തിന്റെ അളവ് നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ടൈം സോണുകൾ മറികടക്കുന്ന വേഗത്തിനുള്ള യാത്രകളിലൂടെ ശരീരം കടന്നുപോകുമ്പോൾ പഴങ്ങളും പച്ചക്കറികളും പോലെ ജലാംശം കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് നല്ലത്. എല്ലാത്തിലും ഉപരിയായി യാത്രയ്ക്ക് മുമ്പും യാത്രയിലുടനീളവും യാത്ര പൂർത്തിയാക്കി കുറഞ്ഞത് 24 മണിക്കൂർ വരെയും കഴിയുന്നത്ര ശുദ്ധജലം കുടിക്കുക. മദ്യം, കഫീൻ തുടങ്ങിയ ലഹരിപാനീയങ്ങളും ഉത്തേജകങ്ങളും ഒഴിവാക്കുന്നതാണ് ഉചിതം. റെഡ് മീറ്റ്, കാർബോഹൈഡ്രേറ്റുകളും കൊഴുപ്പുമടങ്ങിയ സമ്മിശ്ര ഭക്ഷണങ്ങൾ, വറുത്തെടുത്ത ഭക്ഷണങ്ങൾ എന്നിവ ദഹിക്കാൻ 3 മണിക്കൂറിൽ കൂടുതൽ എടുക്കുന്നതിനാൽ അവ ഒഴിവാക്കുന്നതും നല്ലതാണ്. നട്ടെല്ല് ഒരു നാഡീവാഹകമായതിനാൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. അതിനെ സമ്മർദ്ദരഹിതമായും നന്നായി സജീവമായും നിലനിർത്തേണ്ടത് മൊത്തത്തിലുള്ള സൗഖ്യത്തിന് പ്രധാനമാണ്. മണിക്കൂറുകളോളം ശരീരം അസൗകര്യകരമായ രീതിയിൽ ഇരിക്കേണ്ടി വരുന്നതിനാൽ യാത്രകൾ നട്ടെല്ലിന് പരമാവധി ആയാസം നൽകുന്നു. യോഗ സമ്പ്രദായത്തിൽ നട്ടെല്ലിനെ മേരുദണ്ഡം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രപഞ്ചത്തിന്റെ അച്ചുതണ്ട് എന്ന് വിളിക്കുന്നു. കാരണം എല്ലാ മനുഷ്യാനുഭവങ്ങളും അടിസ്ഥാനപരമായി നട്ടെല്ലിലൂടെയാണ് ഉണ്ടാകുന്നതും കൈമാറുന്നതും. മിക്ക ആളുകൾക്കും സമ്മർദ്ദമുണ്ടാകുമ്പോൾ നട്ടെല്ലിന്റെ മുകൾ ഭാഗത്തോ കഴുത്തോ താഴ്ഭാഗത്തോ ദൃഢത അനുഭവപ്പെടാറുണ്ട്. നട്ടെല്ലിന്റെ ഈ രണ്ട് വശങ്ങളെക്കുറിച്ച് പ്രത്യേക ശ്രദ്ധ നൽകുന്നത് ആ ദൃഢതയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന സമ്മർദ്ദത്തെ ഗണ്യമായി കുറയ്ക്കും. ഇത് ഭാവിയിൽ കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. അന്താരാഷ്ട്ര യാത്രകളിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കുന്നത് ജെറ്റ് ലാഗാണ്. അതായത് നിങ്ങൾ യാത്ര ചെയ്ത ടൈം സോണിനെക്കുറിച്ച് ശാരീരികവും ഊർജ്ജസ്വലവുമായ സംവിധാനത്തിലുണ്ടാകുന്ന ആശയക്കുഴപ്പം. ദിവസവും 2 മുതൽ 3 തവണ വരെ കുറഞ്ഞത് 20 മിനിറ്റ് നട്ടെല്ല് നേരിട്ടോ നേർത്ത വസ്ത്രങ്ങളിലൂടെയോ സൂര്യപ്രകാശം ഏൽപ്പിക്കുന്നത് നിങ്ങളുടെ ബയോളജിക്കൽ ക്ലോക്കിലെ ഈ ആശയക്കുഴപ്പം പരിഹരിക്കാൻ സഹായിക്കും. ഇത് ഉപയോഗയിലെ മറ്റ് മാർഗങ്ങളോടൊപ്പം ചെയ്യുന്നത് ജെറ്റ് ലാഗിന്റെ കാലയളവ് കുറയ്ക്കാൻ വലിയ തോതിൽ സഹായിക്കും.